നമസ്കാരം. വാർത്തകളും വിശേഷങ്ങളുമായി സൗത്ത് വിഷൻ മധ്യാഹ്ന വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ സിനി ചന്ദ്ര. ഇന്നത്തെ പ്രധാന സംഭവവികാസങ്ങളിലേക്ക്. പുതിയുഗ കേരളം ലക്ഷ്യമിട്ട് സംസ്ഥാന ബജറ്റ്. സംസ്ഥാനത്തെ ഏവിയേഷൻ ഹബ്ബാക്കി മാറ്റാൻ 200 കോടിയുടെ പദ്ധതി. മിഷൻ സമുദ്ര പദ്ധതിക്കായി 400 കോടി നീക്കിവെച്ചു. കരുനാഗപ്പള്ളിയിൽ റവന്യൂ ടവർ സ്ഥാപിക്കും. ആലപ്പുഴ, കൊല്ലം ജില്ലകളെ കോർത്തിണക്കി തീർത്ഥാടക ടൂറിസം നടപ്പാക്കും. ശാസ്താംകോട്ടയിൽ വൻ MDMA വേട്ട. 130 ഗ്രാം MDMAയുമായി നിരവധി ക്രിമിനൽ കേസുകളിലെ പ്രതി പിടിയിൽ. കാർത്തികപ്പള്ളി സ്വദേശി അതുൽ ദേവാണ് പിടിയിലായത്. റെയിൽവേ ഗേറ്റ് വാഹനമിടിച്ച് തകർന്നു. കരുനാഗപ്പള്ളി ചിറ്റുമൂല തെക്കേ റെയിൽവേ ഗേറ്റാണ് തകർന്നത്. ഇറച്ചിക്കോഴികളുമായി പോയ വാഹനമാണ് ഗേറ്റിൽ ഇടിച്ചത്. വിശദമായ വാർത്തകളിലേക്ക്. പുതിയുഗ കേരളം ലക്ഷ്യമിട്ട് സംസ്ഥാന ബജറ്റ്. സംസ്ഥാനത്തെ ഏഷ്യയിലെ പ്രധാന ഏവിയേഷൻ ഹബ്ബാക്കി മാറ്റാൻ 200 കോടിയുടെ പദ്ധതി. സമുദ്രം, ജലപാത, റോഡ്, റെയിൽ എന്നിവയെ ബന്ധിപ്പിച്ച് മിഷൻ സമുദ്ര പദ്ധതിക്കായി 400 കോടി നീക്കിവെച്ചു. കരുനാഗപ്പള്ളിയിൽ റവന്യൂ ടവർ സ്ഥാപിക്കും. ആലപ്പുഴ, കൊല്ലം ജില്ലകളെ കോർത്തിണക്കി തീർത്ഥാടക ടൂറിസം നടപ്പാക്കും. കായംകുളം, മാവേലിക്കര മണ്ഡലങ്ങളിലെ പഞ്ചായത്തുകളെ ബന്ധിപ്പിച്ച് പുതിയ എക്സൈസ് റേഞ്ചിനും ബജറ്റിൽ നിർദ്ദേശം. പുതുയുഗ കേരളം ലക്ഷ്യമിട്ടാണ് ധനമന്ത്രി കൂടിയായ മുഖ്യമന്ത്രി VD സതീശൻ പുതിയ ബജറ്റ് അവതരിപ്പിച്ചത്. കേരളത്തിന്റെ സമഗ്ര വികസനം ലക്ഷ്യമിട്ടുള്ള ബജറ്റാണ് അദ്ദേഹം അവതരിപ്പിച്ചത്. എല്ലാ തീരദേശവാസികൾക്കും പട്ടയം നൽകാൻ ബജറ്റിൽ നിർദ്ദേശമുണ്ട്. വനിതകൾക്കായി കൃഷി സഖി വനിതാ കർഷക വികസന പരിപാടി നടപ്പാക്കും. ഗ്രീൻ ഹൈഡ്രജൻ ഹബ്ബായി കേരളത്തെ മാറ്റും. രാജ്യാന്തര മാതൃകയിൽ കെയർ ഗിവർ സർട്ടിഫിക്കറ്റ് കോഴ്സുകൾ ആരംഭിക്കും. പ്രവാസി ഇൻവെസ്റ്റ്മെന്റ് ട്രസ്റ്റ് ഫണ്ട് രൂപീകരിക്കും. കേരള ഡിസാസ്റ്റർ റെസിലിയൻസ് സെന്റർ സ്ഥാപിക്കുമെന്നും ബജറ്റിൽ നിർദ്ദേശമുണ്ട്. ശബരിമല, ഗുരുവായൂർ, കൊട്ടിയൂർ ക്ഷേത്രങ്ങളെ തിരുപ്പതി മാതൃകയിൽ വികസിപ്പിക്കും. പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്ക് പ്രത്യേക ഭവന പദ്ധതി നടപ്പാക്കും. ജൻസികൾക്ക് സ്റ്റാർട്ടപ്പിനായി 50 കോടി രൂപ വകയിരുത്തി. ഓരോ കുടുംബത്തിനും വർഷം 25 ലക്ഷത്തിന്റെ ഇൻഷുറൻസ് പരിരക്ഷ ഉറപ്പാക്കുന്ന ഉമ്മൻചാണ്ടി ഇൻഷുറൻസ് പദ്ധതി നടപ്പാക്കും. സ്ത്രീകൾക്കെതിരായ കുറ്റകൃത്യം തടയാൻ മകൾക്കൊപ്പം പദ്ധതിയും ബജറ്റ് ലക്ഷ്യമിടുന്നു. നടൻ സലിംകുമാറിന് എറണാകുളത്ത് സ്മാരകം നിർമ്മിക്കും. MTയുടെ പേരിൽ കോഴിക്കോട് കൾച്ചറൽ പാർക്ക് നിർമ്മിക്കും. സ്കൂൾ വിദ്യാഭ്യാസ മേഖലയ്ക്ക് 1032 കോടി രൂപ ബജറ്റിൽ വകയിരുത്തി. സംസ്ഥാനത്ത് പുതുതായി 2 മെഡിക്കൽ കോളേജുകൾ സ്ഥാപിക്കും. തിരുവനന്തപുരത്തും ഹരിപ്പാട്ടുമാണ് മെഡിക്കൽ കോളേജ് സ്ഥാപിക്കുന്നത്. ടൂറിസത്തെ വ്യവസായമായി പ്രഖ്യാപിക്കും. മൺപാത്ര നിർമ്മാണ തൊഴിലാളികൾക്ക് പ്രത്യേക ആനുകൂല്യം നൽകും. ആലപ്പുഴ, കൊല്ലം ജില്ലകളെ കോർത്തിണക്കി തീർത്ഥാടക ടൂറിസം പദ്ധതി നടപ്പാക്കും. അമ്പലപ്പുഴ, മണ്ണാറശാല, ഓച്ചിറ പരബ്രഹ്മ ക്ഷേത്രം, മാതാ അമൃതാനന്ദമയി മഠം എന്നിവയെ കോർത്തിണക്കിയാണ് തീർത്ഥാടക സർക്യൂട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത്. കരുനാഗപ്പള്ളിയിൽ റവന്യൂ ടവർ സ്ഥാപിക്കാനും ബജറ്റിൽ നിർദ്ദേശമുണ്ട്. മാവേലിക്കര താലൂക്കിലെ വള്ളികുന്നം, ചെട്ടുകുളങ്ങര, കായംകുളം മണ്ഡലത്തിലെ പത്തിയൂർ പഞ്ചായത്തുകളെ ബന്ധപ്പെടുത്തി പുതിയ എക്സൈസ് റേഞ്ച് രൂപീകരിക്കും. കേരള സംസ്ഥാനത്തിന്റെ 2026-27 പുതുക്കിയ ബജറ്റ് ഞാൻ നിയമസഭയുടെ മുമ്പാകെ അവതരിപ്പിക്കുകയാണ്. UDF സർക്കാരിന്റെ ഈ പുതുക്കിയ ബജറ്റ് അടുത്ത 5 വർഷം കൊണ്ട് സംസ്ഥാനത്ത് നടപ്പിലാക്കുന്ന വികസന ക്ഷേമ പ്രവർത്തനങ്ങളുടെ ഒരു ദിശാ സൂചികയായിരിക്കും. വ്യക്തവും നിർണായകവുമായ ജനവിധിയോടെയാണ് ഈ സർക്കാർ അധികാരത്തിൽ വന്നിട്ടുള്ളത്. ആഗോളതലത്തിൽ അംഗീകരിക്കപ്പെട്ടിട്ടുള്ള സംസ്ഥാനത്തിന്റെ പൊതുജനാരോഗ്യ, വിദ്യാഭ്യാസ, സാമൂഹ്യ മേഖലകൾ എന്നിവ സമീപകാലത്ത് കടുത്ത വെല്ലുവിളികളും സമ്മർദ്ദങ്ങളും നേരിടുകയാണ്. കേരളത്തിന്റെ സാമൂഹ്യ വികസന സൂചികകൾ കുറച്ചു വർഷങ്ങളായി സ്തംഭനാവസ്ഥയിലാണ്. കൂടാതെ യുവജനങ്ങളുടെ തൊഴിലില്ലായ്മ ഒരാശങ്കയായി നിലകൊള്ളുന്നു. ആധുനിക സാങ്കേതിക വിദ്യയുടെ സാധ്യതകൾ പരമാവധി പ്രയോജനപ്പെടുത്തിക്കൊണ്ട് ആരോഗ്യ, വിദ്യാഭ്യാസ മേഖലകൾ മെച്ചപ്പെടുത്തുന്നതിനും കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിനും വയോജനങ്ങളുടെ ക്ഷേമം ഉറപ്പുവരുത്തുന്നതിനും പിന്നോക്കാവസ്ഥയിലുള്ളവരെയും പാർശ്വവൽക്കരിക്കപ്പെട്ടവരെയും മുഖ്യധാരയിലേക്ക് കൊണ്ടുവരുന്നതിനും ഉതകുന്ന പദ്ധതികൾ ആവിഷ്കരിച്ച് സാമൂഹ്യനീതിയോട് കൂടിയ സാമ്പത്തിക വളർച്ചയും പാരിസ്ഥിതിക ഉത്തരവാദിത്വത്തോടു കൂടിയ ആധുനിക അടിസ്ഥാന സൗകര്യ വികസനവും സമന്വയിപ്പിക്കുന്ന ഒരു പുതിയ കാലഘട്ടത്തിലെ പുതുയുഗ കേരളം സൃഷ്ടിക്കുവാൻ സർക്കാർ പ്രതിജ്ഞാബദ്ധമാണ്. സംസ്ഥാനത്ത് പുതിയ ജില്ലകളും താലൂക്കുകളും രൂപീകരിക്കുന്നതിനെ കുറിച്ച് പഠിക്കും. NPS പെൻഷൻ സംവിധാനം പരിഷ്കരിക്കും. സംസ്ഥാനത്ത് ലഹരി കുറഞ്ഞ മദ്യങ്ങൾക്ക് പുതിയ നികുതി നിരക്കുകൾ ഏർപ്പെടുത്തി. ഇതേ തുടർന്ന് മദ്യവില വർദ്ധിക്കും. ഇതേസമയം ഇലക്ട്രിക് വാഹനങ്ങളുടെ വില കുറയും. കോളേജുകളിലെ റാഗിംഗ് തടയാൻ സിദ്ധാർത്ഥൻ സ്റ്റുഡൻസ് ഡിസ്ട്രസ് ആപ്പ് നടപ്പാക്കും. സ്വകാര്യ ബസ്സുകളുടെ ത്രൈമാസ നികുതിയിൽ 50% ഇളവും ബജറ്റിൽ നിർദ്ദേശിച്ചിട്ടുണ്ട്.
കൊച്ചിയിൽ ഫിലിം സിറ്റി സ്ഥാപിക്കും. തൃശൂരിൽ ജോൺസൺ മാഷ് മ്യൂസിക് അക്കാദമിയും സ്ഥാപിക്കും. മലബാറിൽ ഫുട്ബോൾ സ്റ്റേഡിയത്തിനായി 50 കോടി രൂപ വകയിരുത്തി. കേരളത്തെ ആഗോള വിജ്ഞാന ഹബ്ബാക്കാൻ പുതിയ പദ്ധതി നടപ്പാക്കും. വിദ്യാർത്ഥികളിൽ ശാസ്ത്രബോധം വളർത്താൻ 25 കോടി രൂപ നീക്കിവെച്ചു. തിരുവനന്തപുരത്തും കോഴിക്കോട്ടും ലൈറ്റ് മെട്രോ നടപ്പാക്കും. ഇതിന്റെ പ്രാഥമിക പ്രവർത്തനങ്ങൾക്കായി 20 കോടി രൂപ വകയിരുത്തി. നോളജ് വാലി പദ്ധതിക്ക് 100 കോടി നീക്കിവെച്ചു. ഗ്ലോബൽ ജോബ് വാച്ച് ടവറിന് 2 കോടിയും വകയിരുത്തിയിട്ടുണ്ട്. കേരളത്തെ ഏഷ്യയിലെ പ്രധാന ഏവിയേഷൻ ഹബ്ബാക്കി മാറ്റാൻ 200 കോടിയുടെ പദ്ധതിയാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. സമുദ്രം, ജലപാത, റോഡ്, റെയിൽ എന്നിവയെ ബന്ധിപ്പിച്ച മിഷൻ സമുദ്ര പദ്ധതിക്കായി 400 കോടിയും ബജറ്റിൽ വകയിരുത്തി. ന്യൂസ് ഡെസ്ക്. മകന്റെ ഓർമ്മയ്ക്കായി രക്ഷിതാക്കൾ ഒരുക്കിയത് അക്ഷരപ്പുര. ഇതോടൊപ്പം കാർഷിക അറിവുകൾ പകർന്ന് ചെറിയ കൃഷിത്തോട്ടവും. കരുനാഗപ്പള്ളി ഇടക്കുളങ്ങര സ്വദേശികളായ നജീബ് സജിത ദമ്പതികളാണ് മകൻ ഇബ്നു നജീബിന്റെ സ്മരണയ്ക്കായി ഗ്രന്ഥശാല നിർമ്മിച്ചു നൽകിയത്. വീട്ടുമുറ്റത്തെ 2 സെന്റ് ഭൂമിയിൽ നിർമ്മിച്ച ഗ്രന്ഥശാലയിൽ തന്റെ മകനെ പോലെയുള്ള 100 കണക്കിന് കുട്ടികളുടെ കൂട്ടായ്മയാണ് ഇവർ ഒരുക്കിയിട്ടുള്ളത്. കഴിഞ്ഞ 4 വർഷമായി പ്രവർത്തിക്കുന്ന ഗ്രന്ഥശാലയിൽ 3000-ലധികം പുസ്തകങ്ങളാണ് ഉള്ളത്. സ്വന്തം കഴിവുകൊണ്ട് ചെറുപ്രായത്തിൽ തന്നെ നാടിന്റെ അഭിമാനമായി മാറിയ വിദ്യാർത്ഥിയായിരുന്നു അസർ ഇബ്നു നജീബ്. തൊടിയൂർ ഇടക്കുളങ്ങര പുലിയൂർ വഞ്ചിത്തേക്ക പൂവണ്ണിൽ നജീബ് സജിത ദമ്പതികളുടെ മകനായ അസ്ഹർ ഇബ്നു നജീബ് ചെറുപ്രായത്തിൽ തന്നെ കുടുംബത്തെ വിട്ടുപിരിഞ്ഞു. മകന്റെ ഓർമ്മയ്ക്കായി രക്ഷിതാക്കൾ വീട്ടുമുറ്റത്ത് 2 സെന്റ് ഭൂമിയിൽ ഗ്രന്ഥശാല നിർമ്മിച്ചു. ഓർമ്മ എന്നും നിലനിർത്താൻ വേണ്ടിയിട്ട് ആണ് നമ്മൾ ഇതിന് ഗ്രന്ഥശാല തുടങ്ങിയത്. ഇതിലൂടെ ഒരുപാട് കുഞ്ഞുങ്ങൾ വായനയോടൊപ്പം തന്നെ കലാസാംസ്കാരിക പ്രവർത്തനങ്ങളിൽ പങ്കാളികളാകാൻ തക്ക രീതിയിലുള്ള പരിശീലനങ്ങളും പരിപാടികളുമാണ് ഗ്രന്ഥശാലയോട് ബന്ധപ്പെട്ട് നടത്തുന്നത്. ഇപ്പം അക്ഷരക്കളരി അവധിക്കാല ക്യാമ്പ് 10 ദിവസത്തെ ക്യാമ്പാണ് ഇവിടെ നടന്നത്. വെറൈറ്റി പരിപാടികളായിരുന്നു ഓരോ ദിവസവും. അങ്ങനെ അതിനോടൊപ്പം തന്നെ ഒരു കയ്യെഴുത്ത് മാസിക, കഥയുടെ കൈവഴികൾ, അത് ഈ ജൂൺ മാസം മുതൽ നമ്മൾ പ്രസിദ്ധീകരിക്കുകയുണ്ടായി. തുടർന്ന് പിന്നീട് ഇന്നവിടെ അവർ തന്റെ മകനെ പോലെയുള്ള 100 കണക്കിന് മക്കളുടെ കൂട്ടായ്മ ഒരുക്കിയിരിക്കുന്നു. ബിനുവിന്റെ ഓർമ്മ എന്നും നിലനിൽക്കത്തക്ക രീതിയിൽ ഉള്ള ചിന്തയിൽ നിന്നാണ് ഈ ലൈബ്രറി എന്ന ആശയത്തിലേക്ക് എത്തിയത്. ഇതിന്റെ പ്രവർത്തനത്തിൽ ഏറ്റവും കൂടുതൽ നമ്മളെ സഹായിക്കുന്നതിന്റെ പ്രവർത്തനങ്ങൾ ഇപ്പോഴും മുന്നോട്ട് കൊണ്ടുവന്നതിന് ഞങ്ങളുടെ ബാലവേദി പ്രവർത്തകരും അതുപോലെ യുവജന സംഘടന പ്രവർത്തകരായാലും വനിതാവേദി പ്രവർത്തകരും വളരെ ഉത്സാഹത്തോടെയാണ് ഇതിൻ്റെ പ്രോഗ്രാമുകൾ, ഇതിൻ്റെ ഓരോ പരിപാടികൾ ഏറ്റെടുത്ത് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞങ്ങൾ എക്സിക്യൂട്ടീവ് അംഗങ്ങളെക്കാൾ കൂടുതൽ ഞങ്ങളുടെ ഇപ്പോൾ ഏറ്റവും കൂടുതൽ സഹകരിച്ച് ഈ പരിപാടികളെല്ലാം മുന്നോട്ട് കൊണ്ടുവന്നവരാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ ഇബ്നുവിൻ്റെ വാപ്പ ശ്രീ നജീമിൻ്റെ നേതൃത്വത്തിൽ ഹരിത ക്ലബ്ബ് രൂപീകരിച്ചപ്പോൾ തന്നെ അതിൻ്റെ നേതൃത്വത്തിൽ കുട്ടികളും ഇവിടുത്തെ വനിതാവേദി പ്രവർത്തകരും ബാലവേദി പ്രവർത്തകരും ഒത്തുചേർന്നാണ് ഈ കൃഷിയിടം ഇത്ര അധികം വളർച്ചയെത്തിച്ചത്. നാടിന്റെ ആകെ അഭിമാനമായി വളർന്നു വരേണ്ട മിടുക്കനായിരുന്നു അസർ ഇബ്നു നജീബ്. 7ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ സ്വന്തമായി ഇൻക്യുബേറ്റർ നിർമ്മിച്ചു. ശാസ്ത്രമേളയിൽ അവതരിപ്പിച്ചെങ്കിലും സമ്മാനം കിട്ടിയില്ല. എങ്കിലും വാശിയോടെ ആധുനിക ഇൻക്യുബേറ്റർ നിർമ്മിച്ചു. അതിലൂടെ കോഴിക്കുഞ്ഞുങ്ങളെ വിരിയിച്ചെടുത്ത് വിൽപ്പന നടത്തി. ആവശ്യക്കാർക്ക് ഇൻക്യുബേറ്ററുകൾ നിർമ്മിച്ചു നൽകി. മാസം 30,000-ലധികം രൂപ കണ്ടെത്തി. ഇങ്ങനെ ചെറുപ്രായത്തിലൂടെ വീട്ടുകാർക്ക് കൈത്താങ്ങാകാൻ അസറിന് കഴിഞ്ഞു. കരുനാഗപ്പള്ളി ഹയർ സെക്കൻഡറി സ്കൂളിലെ +2 പഠനത്തിനിടയിൽ NSS വോളണ്ടിയറായി പ്രവർത്തിച്ചു. ബാലസംഘത്തിന്റെ യൂണിറ്റ് പ്രസിഡന്റായിരുന്നു. 2021 ജൂൺ 16-ന് +2 വിദ്യാർത്ഥിയായിരുന്ന അസർ ഓൺലൈൻ പഠനത്തിന് ശേഷം കിടന്നുറങ്ങി. രാവിലെ മാതാപിതാക്കൾ നോക്കുമ്പോൾ ബോധരഹിതനായി കട്ടിലിൽ കിടക്കുകയായിരുന്നു. ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും രക്ഷിക്കാനായില്ല. ശ്വാസകോശ സംബന്ധമായ രോഗത്തെ തുടർന്നുള്ള ശ്വാസമുട്ടലായിരുന്നു മരണകാരണം. മകൻ നഷ്ടപ്പെട്ട വേദനയിൽ നിന്നും ഉമ്മ സജിത കുറിച്ചിട്ട കവിതകളും ഓർമ്മക്കുറിപ്പുകളും അടങ്ങിയ ഇബ്നു എന്ന പൊൻതാരകം എന്ന പുസ്തകവും ഗ്രന്ഥശാലയിലുണ്ട്. ഗ്രന്ഥശാലയുടെ 1ാം വാർഷികത്തിലാണ് ഈ പുസ്തകം പ്രകാശനം ചെയ്തത്. മകന്റെ ഓർമ്മയ്ക്കായി ഇവർ നിർമ്മിച്ച ഗ്രന്ഥശാല 2022 ഒക്ടോബറിലാണ് പ്രവർത്തനം ആരംഭിച്ചത്. ഇന്ന് 3000-ലധികം പുസ്തകങ്ങൾ ഇവിടെയുണ്ട്. 250ഓളം അംഗങ്ങളും. നാടിന്റെ അക്ഷര വെളിച്ചമായി മാറിയിരിക്കുകയാണ് ഈ ഗ്രന്ഥശാല. ഗ്രന്ഥശാലയിലെ കുട്ടികൾ ഉൾപ്പെട്ട ബാലവേദിയുടെ നേതൃത്വത്തിൽ വിശാലമായ കൃഷിത്തോട്ടവും ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. വിവിധങ്ങളായ പച്ചക്കറി ഇനങ്ങളാണ്
കുട്ടികളും ഗ്രന്ഥശാല പ്രവർത്തകരും ചേർന്ന് വിളയിച്ചെടുക്കുന്നത്. കൃഷിയുമായിട്ട് ബന്ധപ്പെട്ട് ജൈവ കൃഷി കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുവാൻ വേണ്ടിയിട്ട് ഇബിനു ഹരിത ക്ലബിന് രൂപം നൽകി. അത് എല്ലാ മാസവും ഒരു റിട്ടയർഡ് കൃഷി ഓഫീസർ പുഷ്പരാജ സാറിന്റെ നേതൃത്വത്തിൽ എല്ലാ മാസവും കുട്ടികൾക്ക് ജൈവ പച്ചക്കറി കൃഷിയുടെ പ്രാധാന്യത്തെക്കുറിച്ചും അതിന്റെ പരിചരണത്തെക്കുറിച്ചും ഒക്കെ വിശദമായ ക്ലാസ്സുകൾ എല്ലാ മാസവും ഉണ്ടാകുന്നതാണ്. എഴുത്തുകാരി കൂടിയായ ഇബിനുവിന്റെ ഉമ്മ സജിത നജീം തന്നെയാണ് ലൈബ്രറിയൻ. മകന്റെ ഓർമ്മകളെ വീണ്ടെടുക്കാൻ ഗ്രന്ഥശാലയുടെ പ്രവർത്തനം നാട്ടിലാകെ പടർത്തുകയാണ് ഈ മാതാപിതാക്കളും ഗ്രന്ഥശാല പ്രവർത്തകരും. ന്യൂസ് ബ്യൂറോ, കരുനാഗപ്പള്ളി. ASIയെ ആക്രമിച്ച ശേഷം ഒളിവിൽ പോയ യുവാവിനെ പിടികൂടി. കിഴക്കേ കല്ലട പോലീസ് സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥൻ ചവറ സ്വദേശി ബിജുവിനെ മുഖത്തടിച്ച് പരിക്കേൽപ്പിച്ച ശേഷം ഓടി രക്ഷപ്പെട്ട 18-കാരനായ ജോമോനാണ് പിടിയിലായത്. രാത്രി വീട്ടിലെത്തിയ ഇയാളെ അതിസാഹസികമായി പിടികൂടുകയായിരുന്നു. ASIയെ ആക്രമിച്ച ശേഷം ഒളിവിൽ പോയ യുവാവിനെയാണ് പിടികൂടിയത്. കിഴക്കേ കല്ലട പോലീസ് സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥൻ ചവറ സ്വദേശി ബിജുവിനെ മുഖത്തടിച്ച് പരിക്കേൽപ്പിച്ച ശേഷം ഓടി രക്ഷപ്പെട്ട 18-കാരനായ ജോമോനെയാണ് അറസ്റ്റ് ചെയ്തത്. ജോമോനെ രഹസ്യമായി പിന്തുടർന്ന പോലീസ് ഇയാൾ രാത്രി വീട്ടിലെത്തിയപ്പോൾ സാഹസികമായി പിടികൂടുകയായിരുന്നു. ASI ഉമേഷ്, CPOമാരായ മനു, സുരേഷ് ബാബു എന്നിവരുടെ നേതൃത്വത്തിലാണ് ജോമോനെ പിടികൂടിയത്. ഞാൻ ഇന്നലെ കല്ലട സ്റ്റേഷനിലെ നൈറ്റ് ഓഫീസറായിരുന്നു. അപ്പോൾ ഞാൻ പകൽ ഡ്യൂട്ടി കഴിഞ്ഞ് വൈകുന്നേരത്തൊരു 8:45 മണിയോടുകൂടി 112 ഈവൻറ്റ് വന്ന് അപ്പോൾ കൊടുവിളെ ജോമോനെന്ന് വിളിക്കുന്ന ഒരുത്തന്നെ അവിടെ വീടുകളിൽ ലൈറ്റ് അടിച്ച് പിള്ളേരെ പേടിപ്പിടിയാക്കുന്നു എന്നും പറഞ്ഞ് എൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ അന്വേഷിക്കാനായിട്ട് അവർ വിളിച്ച നമ്പറിൽ വിളിച്ച് തിരക്കിയപ്പോൾ അവർ പറഞ്ഞത് കണക്ക് ജോമോനെന്ന് പറഞ്ഞ നിരന്തരമായിട്ട് ഇവിടെ വന്ന് പിള്ളേരെ ശല്യം ചെയ്യുകയും രാത്രി പേടിപ്പിക്കുകയും രാത്രി സ്ത്രീകളുള്ള വീടുകളിൽ കുളിമുറിയിലും മറ്റും എത്തി നോക്കുകയും പിടിക്കുകയും ചെയ്യുന്നെന്നും പറഞ്ഞ് പരാതി പെടുകയും അങ്ങനെ ഞാനും ഡ്രൈവറും കൂടെ ജീപ്പിനകത്ത് ഈ കൊടുവിള എന്ന സ്ഥലത്ത് എത്തുകയും അപ്പോൾ ഈ പരാതിക്കാരനെ വിളിച്ച് എന്തോ സംഭവം എന്നുള്ളത് അറിയാൻ വേണ്ടി വിളിച്ച സമയത്ത് അവിടെ ഒരു കൂട്ടം ആൾക്കാർ കൂടുകയും അവർ പല പരാതികൾ പറയുകയും അപ്പോൾ അതിനെതിരെ ഞാൻ പറഞ്ഞൊരു കാര്യം ചെയ്യും, നിങ്ങൾ രാവിലെ ഒരു മാസ്റ്റർ പെറ്റീഷനോട്ടൊന്ന് സ്റ്റേഷനിൽ വരിക, അപ്പോൾ അതിന് നമുക്ക് നടപടിയെടുക്കാം. അപ്പോൾ അവിടെ പഞ്ചായത്ത് മെമ്പറും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ അവരെ വിളിച്ച് സാന്ത്വനിപ്പിച്ച് അവർ ഇപ്പം തന്നെ പിടിക്കണം മറ്റേ ഞാൻ പറഞ്ഞ് വെയിറ്റ് ചെയ്യും, ഞാൻ എന്തായാലും നോക്കണമെന്നും പറഞ്ഞ് ഞങ്ങളങ്ങനെ ഇവൻ്റെ വീടെന്ന് വെച്ചാൽ വളരെ താഴ്ചയാണ്. അപ്പോൾ ഈ പോകണമെങ്കിൽ ഒരു കാടിനകത്തൂടെ വേണം ഇവൻ്റെ വീട്ടിൽ ചെല്ലാൻ. അപ്പോൾ ഒരു 1000-600 മീറ്റർ താഴ്ച പോകണം. അപ്പം ഞാനും ഡ്രൈവറൂടെ ആ ഇരുട്ടത്ത് ലൈറ്റ് വെട്ടത്ത് ഞങ്ങൾ ആ കാടിൻ്റെ നടുക്കൂടെ ഇവരെ വീട്ടിലെത്തി. വീട്ടിൽ അപ്പോൾ ലൈറ്റ് വെട്ടവും കഥവും അടച്ച് ചാരിയിരിക്കുകയായിരുന്നു. അപ്പം അങ്ങനെ അവിടെ ചെന്ന് ഇവനെ വിളിച്ചു സംസാരിച്ചു. അവനെ അങ്ങനെ ഇറങ്ങി വന്നു. അപ്പം നമ്മൾ ഈ കാര്യങ്ങളൊക്കെ ചോദിച്ചു, ഇങ്ങനെ സംഭവം ഉണ്ട്, എന്തോ സംഭവം. അപ്പോൾ ഇവനെ എടുത്താലേ അത് നിങ്ങൾക്ക് തെളിവ് വല്ലതും ഉണ്ടോ, നിങ്ങളെന്തോ ചെയ്യുന്നതെന്നും പറഞ്ഞ് ഇവനെ നമ്മളെ വയലൻ്റായിട്ട് സംസാരിക്കുകയും പിടിക്കുകയൊക്കെ ചെയ്തു. അപ്പോൾ നമ്മൾ പറഞ്ഞു എനിക്ക് തെളിവുണ്ടായതിൻ്റെ അടുത്താണ് വന്നത്. നിങ്ങൾ തെളിവ് കാണിയിരുന്നെന്നും പറഞ്ഞ് ഇവനെ വെളിയിലോട്ടിറങ്ങി ഇങ്ങനെ ചുറ്റി കറങ്ങി ഞങ്ങളുടെ നിൽക്കുന്നതിൻ്റെ ബാഗിൽ വന്നു. അപ്പോൾ അവിടെ ഇച്ചിരി ഇരുട്ട് ഭാഗമാണ്. അപ്പോൾ ഇങ്ങനെ ഇത് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് തൊട്ട് പടിയിലെ ആൾക്കാർ പെണ്ണുങ്ങളും ആ കുട്ടികളെല്ലാം കൂടെ ജനലിനകത്തൂടെ നോക്കിക്കൊണ്ടിരിക്കുക. അപ്പോൾ അതിൻ്റെ അവരുടെ ഭർത്താവ് കൊണ്ടു. അപ്പോൾ അങ്ങനെ സംസാരിച്ച് ഇവനുമായിട്ട് ഇങ്ങനെ കാര്യങ്ങൾ സംസാരിച്ച് അങ്ങനെ ഞങ്ങൾ പറഞ്ഞു വിടാന്നുള്ള കണക്കൂട്ടിൽ ഇങ്ങനെ ഇരിക്കുന്ന സമയത്താണ് പെട്ടെന്ന് ഒരു മിന്നൽ പോലായിരുന്നു സംഭവം. ന്യൂസ് ബ്യൂറോ, കുണ്ടറ. മാധ്യമപ്രവർത്തകൻ അടൂർ ബാലൻ അനുസ്മരണം കൊല്ലം പ്രസ് ക്ലബ് ഹാളിൽ നടത്തി. അടൂർ ബാലൻ സ്മാരക പത്രപ്രവർത്തക വിദ്യാഭ്യാസ അവാർഡ് വിതരണവും നടന്നു. മന്ത്രി ഷിബു ബേബി ജോൺ ഉദ്ഘാടനം ചെയ്തു. ആർക്കു വേണമെങ്കിലും മാധ്യമപ്രവർത്തകരെ തെറ്റിദ്ധരിപ്പിക്കാൻ കഴിയുന്ന കാലമാണിത്. അതിനാൽ മാധ്യമ വിശ്വാസം നഷ്ടപ്പെട്ടു വരികയാണെന്നും അതിനാലാണ് പലപ്പോഴും മാധ്യമങ്ങളുടെ ക്രെഡിബിലിറ്റി നഷ്ടപ്പെടാൻ കാരണമെന്നും ഷിബു ബേബി ജോൺ പറഞ്ഞു. കേരള പത്രപ്രവർത്തക യൂണിയൻ കൊല്ലം ജില്ലാ പ്രസിഡന്റും മാധ്യമപ്രവർത്തകനുമായിരുന്ന അടൂർ ബാലൻ അനുസ്മരണമാണ് കൊല്ലം പ്രസ് ക്ലബ്ബ് ഹാളിൽ സംഘടിപ്പിച്ചത്. ഇതോടനുബന്ധിച്ച് അടൂർ ബാലൻ സ്മാരക പത്രപ്രവർത്തക വിദ്യാഭ്യാസ അവാർഡ് വിതരണവും നടത്തി. മന്ത്രി ഷിബു ബേബി ജോൺ ഉദ്ഘാടനം ചെയ്തു. ഇന്നത്തെ കാലത്ത് ആർക്കു വേണമെങ്കിലും മാധ്യമപ്രവർത്തകരെ തെറ്റിദ്ധരിപ്പിക്കാമെന്നും അതുകൊണ്ട് തന്നെ മാധ്യമ വിശ്വാസം നഷ്ടപ്പെട്ടു വരികയാണെന്നും പലപ്പോഴും മാധ്യമങ്ങളുടെ ക്രെഡിബിലിറ്റി നഷ്ടപ്പെടാൻ കാരണം ഇതാണെന്നും അനുസ്മരണം ഉദ്ഘാടനം ചെയ്ത മന്ത്രി ഷിബു ബേബി ജോൺ പറഞ്ഞു. പണ്ടൊക്കെ മാധ്യമ ധർമ്മം ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞതുപോലെ ഫാക്ട് ചെക്ക് ഉണ്ടായിരുന്നു. ഏതൊക്കെ ന്യൂസ് ക്യാരി ചെയ്യണമെന്ന് പത്രങ്ങൾക്ക് ഒരു
ധാർമ്മികത അല്ലെങ്കിൽ അതിൻ്റെ വശമുണ്ടായിരുന്നു. ഇപ്പോൾ സരസൻ സംഭവം വന്നപ്പോൾ ആദ്യത്തെ കുറേ ദിവസം മുഖ്യധാരാ പത്രങ്ങൾ മാധ്യമങ്ങളൊന്നും അത് ക്യാരി ചെയ്തില്ല. ഞാനൊന്ന് തിരുവനന്തപുരത്താണ് അന്ന്. പക്ഷെ മാധ്യമങ്ങളിൽ തന്നെ ചില രീതി ഉണ്ടായിരുന്നു. ഇപ്പം മനോരമ, മാതൃഭൂമി, കേരളകൗമുദി തുടങ്ങി അന്നത്തെ പ്രധാന മാധ്യമങ്ങൾ ഏതൊക്കെ ക്യാരി ചെയ്യണം, ഏതൊക്കെ ക്യാരി ചെയ്യണ്ട എന്നുള്ള അവർക്കൊരു അവരുടേതായിട്ടുള്ളൊരു സംവിധാനം ഉണ്ടായിരുന്നു. എന്നാൽ അന്ന് തനിനിറം പോലൊരു പത്രങ്ങളുണ്ടായിരുന്നു. തനിനിറം എന്തേലും ഒക്കെ സത്യത്തിന്റെ കണിക എടുത്തുകൊണ്ടാണ് ബാക്കി കാര്യങ്ങൾ എഴുതുന്നതും. കൊല്ലം പ്രസ് ക്ലബ്ബ് ഏർപ്പെടുത്തിയ പത്രപ്രവർത്തക അവാർഡ് ജി ഹസ്താമലകനും അടൂർ ബാരൻ സ്മാരക വിദ്യാഭ്യാസ പുരസ്കാരം എസ് ഗോപികയ്ക്കും മന്ത്രി സമ്മാനിച്ചു. പ്രസ് ക്ലബ്ബ് പ്രസിഡന്റ് ഡി ജയകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. മാധ്യമപ്രവർത്തകൻ സുധീഷൻ അനുസ്മരണ പ്രഭാഷണം നടത്തി. സനൽ ഡി പ്രേം, എം മഹേഷ് കുമാർ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കൊല്ലം. കൊല്ലം ഫാത്തിമ മാതാ നാഷണൽ കോളേജിൽ ലോകകപ്പ് ഹംഗാമ സംഘടിപ്പിച്ചു. ഫിസിക്കൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റാണ് പരിപാടി സംഘടിപ്പിച്ചത്. വിവിധ ടീമുകളുടെ ദേശീയ പതാക പ്രദർശനം, ചരിത്ര പ്രദർശനം, പ്രവചന മത്സരം എന്നിവയും നടത്തി. ലഹരിക്കെതിരായ ബോധവൽക്കരണം കൂടിയാണ് ലോകകപ്പ് ഹംഗാമയിലൂടെ ലക്ഷ്യമിട്ടത്. ഫാത്തിമ മാതാ നാഷണൽ കോളേജിൽ ലോകകപ്പ് ഫുട്ബോൾ ആഘോഷങ്ങളുടെ ഭാഗമായി ഫിസിക്കൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റ് സംഘടിപ്പിച്ച ലോകകപ്പ് ഹംഗാമയുടെ ഭാഗമായാണ് ജേഴ്സി അണിഞ്ഞ് വിദ്യാർത്ഥികൾ എത്തിയത്. ലോകകപ്പിൽ പങ്കെടുക്കുന്ന ടീമുകളുടെ ദേശീയ പതാക പ്രദർശനം, ചരിത്ര പ്രദർശനം, പ്രവചന മത്സരം, ഡിപ്പാർട്ട്മെന്റ് അടിസ്ഥാനത്തിൽ ലോകകപ്പ് ടീമും മത്സരവും, ലോകകപ്പ് ക്വിസ് എന്നിങ്ങനെ വിവിധ പരിപാടികളാണ് ക്യാമ്പസിൽ ഒരുക്കിയിരുന്നത്. ലഹരിക്കെതിരെയുള്ള ബോധവൽക്കരണം കൂടിയാണ് ഹംഗാമയിലൂടെ ലക്ഷ്യമിടുന്നത്. ലോകകപ്പ് ഹംഗാമയുടെ ഉദ്ഘാടനം കൊല്ലം ക്രൈം ബ്യൂറോ അസിസ്റ്റന്റ് കമ്മീഷണർ അനന്തലാലെ ഉദ്ഘാടനം ചെയ്തു. കള്ളനാണെന്ന് ആദ്യം പറഞ്ഞതെന്റെ അമ്മ, അമ്മിഞ്ഞ പാലു കുടിക്കുന്ന കുഞ്ഞിനെ അമ്മ വിളിക്കുന്നു കള്ളൻ. കൊച്ചു കുസൃതികൾ കാട്ടുന്ന നേരത്ത് ഏട്ടൻ വിളിക്കുന്നു കള്ളൻ. ഓട്ടത്തിൽ ചാട്ടത്തിലൊന്നാമതായപ്പോൾ കൂട്ടുകാർ വാഴ്ത്തി നീ കള്ളൻ. അച്ഛനോടമ്മിണി ടീച്ചർ പറഞ്ഞു പഠിക്കാൻ മിടുക്കനി കള്ളൻ. നമ്മുടെ ജ്യേഷ്ഠ സഹോദരന്മാർ, നമ്മുടെ അച്ഛനമ്മമാർ, ടീച്ചേഴ്സ് എല്ലാവരും സ്നേഹവാത്സല്യത്തോടു കൂടി നമ്മളെ വിശേഷിപ്പിക്കുന്ന ഒരു പദം എന്നുള്ള നല്ല അർത്ഥത്തിലാണ് ഞാൻ നിങ്ങളെ എല്ലാവരും കള്ളനും കള്ളികളും എന്ന് വിശേഷിപ്പിച്ചത്. പക്ഷെ ഈ യഥാർത്ഥ കള്ളൻ ഒരു നെഗറ്റീവായിട്ടുള്ള പിടിച്ചുപറിയായിട്ടുള്ള അല്ലെങ്കിൽ റോബറി നടത്തുന്ന, റേപ്പ് ചെയ്യുന്ന, കൊലപാതകം ചെയ്യുന്ന കൊടും ക്രിമിനൽസായി മാറുമ്പോഴാണ് അതാണ് യഥാർത്ഥ പോലീസിനോട് ചേർന്ന കുറ്റവാളികൾ. ഈ ഫാത്തിമ കോളേജിൽ പഠിക്കുന്ന ഒരു ആൺകുട്ടിയും ഒരു പെൺകുട്ടികൾ പോലും ഇത്തരത്തിലുള്ള വിപത്തായ കുറ്റകൃത്യങ്ങളിലേക്ക് കടന്നു വരുവാൻ ഒരു സാഹചര്യവും നിങ്ങൾ ഉണ്ടാവട്ടെ. ഇതുപോലുള്ള പരിപാടികളിലൂടെ, കൂട്ടായ്മയിലൂടെ നിങ്ങളുടെയൊക്കെ മനസ്സ് വീട്ടിൽ ഭരതരിപ്പാട് പറഞ്ഞ പോലെ നന്നേ കുട്ടിക്കാലത്ത് വിജയദശമി ദിവസം കുളിച്ചു കോണുമുണ്ടെടുത്ത് പൂവും പ്രസാദവും ചൂടി ആവണി പലകവേലെടുത്ത് ഭദ്രദീപത്തിന്റെ വെളിച്ചത്തിൽ മണലിൽ ഹരിശ്രീ ഗണപതി നമഃ എന്ന് കുത്തിക്കുറിക്കേണ്ടി വന്നപ്പോൾ കൈവിരൽ നിന്നതിനാൽ കവളത്തുകൂടി കിനിഞ്ഞിറങ്ങിയ കണ്ണുനീരിന്റെ പൊളിപ്പ് പോലെ സാന്ദ്രമധുരമായ ഒരു സ്നേഹവായ്പ് ഈ ഓരോ കുട്ടികളുടെ ഹൃദയത്തിൽ മനസ്സിലുണ്ടാവട്ടെ. കോളേജ് മാനേജർ ഫാദർ ജോസഫ് ജോൺ അധ്യക്ഷത വഹിച്ചു. കൊല്ലം ഫുട്ബോൾ അസോസിയേഷൻ പ്രസിഡന്റ് പന്മന മഞ്ചേഷ് വിശിഷ്ടാതിഥിയായി. കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ മനോഹർ മുല്ലശ്ശേരി, ഫിസിക്കൽ എഡ്യൂക്കേഷൻ മേധാവി സിജോ TF, ആർ സ്റ്റൈലിമോൻ പിള്ള എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കൊല്ലം. ശാസ്താംകോട്ടയിൽ വൻ MDMA വേട്ട. 130 ഗ്രാം MDMAയുമായി നിരവധി ക്രിമിനൽ കേസുകളിലെ പ്രതിയെ എക്സൈസ് പിടികൂടി. കാർത്തികപ്പള്ളി സ്വദേശി അതുൽ ദേവിനെയാണ് പിടികൂടിയത്. 130.762 ഗ്രാം MDMAയുമായാണ് കാർത്തികപ്പള്ളി ശ്രീമന്ദിരം വീട്ടിൽ അതുൽ ദേവ് എന്നയാളെ ശാസ്താംകോട്ട എക്സൈസ് സംഘം അറസ്റ്റ് ചെയ്തത്. ഇയാൾ നിരവധി ക്രിമിനൽ കേസുകളിലെ പ്രതിയാണെന്ന് എക്സൈസ് പറഞ്ഞു. എക്സൈസ് ഡിപ്പാർട്ട്മെന്റിന്റെ ഓപ്പറേഷൻ തണ്ടറിന്റെ ഭാഗമായി ബഹുമാനപ്പെട്ട എക്സൈസ് കമ്മീഷണർ അവരുടെ നിർദ്ദേശാനുസരണം സ്ഥിരമായി രാത്രികാല വാഹന പെട്രോളിംഗ് നടന്നു വരികയാണ്. ഇന്നലെ അത്തരത്തിലൊരു വാഹന പെട്രോളിങ്ങിന്റെ ഭാഗമായി ഞങ്ങൾക്ക് ഈ കേസ് കണ്ടെത്താൻ കഴിഞ്ഞു. അപ്പോൾ ഈ പ്രതിയെ ചോദ്യം ചെയ്തതിൽ ഇയാൾ ഇതിനു മുമ്പും നിരവധി ഇത്തരത്തിലുള്ള കേസുകളിൽ പ്രതിയാണെന്ന് അറിയാൻ കഴിഞ്ഞു.
അപ്പോൾ ഇന്നലെ ഇയാളുടെ കയ്യിൽ നിന്നും ഇയാളുടെ വാഹനത്തിൽ നിന്നുമായി ഏതാണ്ട് 130 ഗ്രാം MDMA കണ്ടെടുത്തിട്ടുണ്ട്. അപ്പം നിലവിൽ ഒരു വാണിജ്യാടിസ്ഥാനത്തിലുള്ള ഒരു വലിയൊരു സീഷറാണ്. ഈ ഒരു 130 ഗ്രാം MDMA എന്ന് പറയുന്നതൊരു നിലവിലെ മാർക്കറ്റിലൊരു 5 മുതൽ 6 ലക്ഷം രൂപ വരെ വിലമതിക്കുന്നതാണ്. ഇയാളെ ചോദ്യം ചെയ്തതിൽ ഈ പ്രതി ബാംഗ്ലൂർ തുടങ്ങിയ സ്ഥലങ്ങളിൽ നിന്നും വലിയ തോതിൽ വലിയ എമൗണ്ടിൽ ഇത്തരത്തിലുള്ള സിന്തറ്റിക് ഡ്രഗുകൾ പർച്ചേസ് ചെയ്തിട്ട് കേരളത്തിൻ്റെ വിവിധ ജില്ലകളിൽ, പ്രത്യേകിച്ച് തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ ജില്ലകളിലൊക്കെ വലിയ രീതിയിൽ സപ്ലൈ ചെയ്യുന്ന ഒരാളാണെന്ന് അറിയാൻ കഴിഞ്ഞു. റേഞ്ച് ഇൻസ്പെക്ടർ ഷെഫീഖും സംഘവും നടത്തിയ രാത്രികാല വാഹന പരിശോധനയിലാണ് മൈനാഗപ്പള്ളി തോപ്പിൽമുക്ക് പേരൂർ ജംഗ്ഷനിൽ നിന്നും മയക്കുമരുന്നുമായി ഇയാളെ പിടികൂടിയത്. ഇയാൾ സഞ്ചരിച്ച ഇരുചക്ര വാഹനവും കസ്റ്റഡിയിലെടുത്തു. അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ ഗ്രേഡ് സജുകുമാർ ടി, പ്രിവന്റീവ് ഓഫീസർ ഗ്രേഡ് വിജു CA, സിഇഒമാരായ പ്രേംരാജ് R, നിഷാദ് S, സുജിത് കുമാർ MS, അതുൽ കൃഷ്ണൻ, CEO ഡ്രൈവർ വിനീഷ് VG എന്നിവരടങ്ങുന്ന സംഘമാണ് ഇയാളെ പിടികൂടിയത്. ന്യൂസ് ബ്യൂറോ, ശാസ്താംകോട്ട. റെയിൽവേ ഗേറ്റ് വാഹനമിടിച്ച് തകർന്നു. കരുനാഗപ്പള്ളി ചിറ്റുമൂല തെക്കേ റെയിൽവേ ഗേറ്റാണ് തകർന്നത്. ഇറച്ചിക്കോഴികളുമായി പോയ വാഹനമാണ് ഗേറ്റിൽ ഇടിച്ചത്. ഗേറ്റ് താഴ്ത്തുന്നതിനിടയിലാണ് വാഹനം ഇടിച്ചത്. കരുനാഗപ്പള്ളി ചിറ്റുമൂല തെക്കേ ഗേറ്റിലാണ് വാഹനമിടിച്ച് റെയിൽവേ ഗേറ്റ് തകർന്നത്. ഇതേ തുടർന്ന് ഗതാഗതം പൂർണ്ണമായും തടസ്സപ്പെട്ടു. പുലർച്ചെ കിഴക്കുഭാഗത്തേക്ക് പോയ ഇറച്ചിക്കോഴികളെ നിറച്ച വാഹനമാണ് ഗേറ്റിലിടിച്ചത്. തീവണ്ടി കടന്നു പോകുന്നതിനായി ഗേറ്റ് താഴ്ത്തുന്നതിനിടയിൽ വാഹനം വേഗത്തിൽ ഗേറ്റ് മറികടക്കാൻ ശ്രമിച്ചപ്പോഴാണ് ഗേറ്റിൽ ഇടിച്ചത്. ഗേറ്റ് തകരാറിലായതിനെ തുടർന്ന് അധികൃതർ പൂർണ്ണമായും ഈ ഭാഗം അടച്ചു. റെയിൽവേയുടെ പരാതിയെ തുടർന്ന് കരുനാഗപ്പള്ളി പോലീസ് കേസെടുത്തു. വാഹന ഗതാഗതം തടസ്സപ്പെട്ടതോടെ ചിറ്റുമൂല ഗേറ്റിലും ഇടക്കുളങ്ങര റെയിൽവേ സ്റ്റേഷന്റെ വടക്കേ ഗേറ്റിലും ഗതാഗത കുരുക്ക് രൂക്ഷമായി. ന്യൂസ് ബ്യൂറോ, കരുനാഗപ്പള്ളി. അവയവ കച്ചവട കേസിൽ ഇടനിലക്കാരുടെ വീടുകളിൽ ED പരിശോധന. കൊല്ലം പുളിയത്തുമുക്ക് സ്വദേശിനി ശ്രീജ, കൊല്ലം സ്വദേശി സുധീർ എന്നിവരുടെ വീടുകളിലാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പരിശോധന നടത്തിയത്. ഇതേ കേസിൽ നേരത്തെ ഇരുവരെയും അറസ്റ്റ് ചെയ്തിരുന്നു. അവയവ കച്ചവട കേസുമായി ബന്ധപ്പെട്ടാണ് കൊല്ലത്ത് ഇടനിലക്കാരെന്ന് ആരോപിക്കപ്പെടുന്ന 2 പേരുടെ വീടുകളിൽ ED പരിശോധന നടത്തിയത്. പുളിയത്തുമുക്ക് സ്വദേശിനി ശ്രീജയുടെയും കൊല്ലം സ്വദേശി സുധീറിന്റെയും വീടുകളിലാണ് ED പരിശോധന നടത്തിയത്. കേസുമായി ബന്ധപ്പെട്ട സാമ്പത്തിക ഇടപാടുകളും രേഖകളും പരിശോധിക്കുന്നതിന്റെ ഭാഗമായാണ് ED നടപടി. ഇതേ കേസിൽ നേരത്തെ ഇരുവരെയും പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. അവയവദാനത്തിന്റെ മറവിൽ നടന്നതായി ആരോപിക്കപ്പെടുന്ന സാമ്പത്തിക ഇടപാടുകളെ കുറിച്ചുള്ള വിവരങ്ങൾ ശേഖരിക്കുന്നതിനായിരുന്നു പരിശോധന. ഇതേസമയം അവയവക്കടത്ത് കേസുമായി ബന്ധപ്പെട്ട് സംസ്ഥാനത്ത് 5ഇടത്താണ് ED റെയ്ഡ് നടത്തിയത്. കൊച്ചിയിലെ 2 സ്വകാര്യ ആശുപത്രികൾ, കോട്ടയത്തെയും തിരുവനന്തപുരത്തെയും ഓരോ ആശുപത്രികൾ എന്നിവിടങ്ങളിലും റെയ്ഡ് നടന്നു. അവയവക്കടത്തുമായി ബന്ധപ്പെട്ട് കള്ളപ്പണ ഇടപാടുകൾ നടന്നിട്ടുണ്ടെന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് EDയുടെ നിർണായക നീക്കം. കേസിൽ നേരത്തെ അറസ്റ്റിലായ പ്രതികളെ ചോദ്യം ചെയ്തതിൽ നിന്നും സാമ്പത്തിക ഇടപാടുകളുടെ രേഖകൾ പരിശോധിച്ചതിൽ നിന്നുമാണ് സ്വകാര്യ ആശുപത്രികളിലേക്ക് അന്വേഷണം നീണ്ടത്. പരിശോധന നടക്കുന്ന കേന്ദ്രങ്ങളിൽ കനത്ത സുരക്ഷ ഏർപ്പെടുത്തിയിരുന്നു. അവയവക്കടത്ത് കേസിലെ സൂത്രധാരന്മാരിൽ ഒരാളെന്ന് വിശ്വസിക്കപ്പെടുന്ന നജീബിന്റെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് വൻതോതിൽ പണം എത്തിയിട്ടുണ്ടെന്ന് ED കണ്ടെത്തിയിട്ടുണ്ട്. സാമ്പത്തിക ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന പാവപ്പെട്ട മനുഷ്യരെ കണ്ടെത്തി കുറഞ്ഞ തുക നൽകിയാണ് ഇവരുടെ അവയവങ്ങൾ സംഘം കൈക്കലാക്കിയിരുന്നത്. ഇതേ അവയവങ്ങൾ ആവശ്യക്കാരിൽ നിന്ന് കോടികൾ വാങ്ങി മറിച്ചു വിറ്റു. അവയവദാനത്തിനുള്ള നിയമപരമായ തടസ്സങ്ങൾ മറികടക്കാൻ ജനപ്രതിനിധികൾ, ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥർ എന്നിവരുടെ വ്യാജ ലെറ്റർ ഹെഡുകളും സീലുകളും ഇവർ നിർമ്മിച്ചിരുന്നതായും കണ്ടെത്തിയിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, കൊല്ലം. പ്രധാന വാർത്തകൾ വീണ്ടും. പുതിയുഗ കേരളം ലക്ഷ്യമിട്ട് സംസ്ഥാന ബജറ്റ്. സംസ്ഥാനത്തെ ഏവിയേഷൻ ഹബ്ബാക്കി മാറ്റാൻ 200 കോടിയുടെ പദ്ധതി. മിഷൻ സമുദ്ര പദ്ധതിക്കായി 400 കോടി നീക്കിവെച്ചു. കരുനാഗപ്പള്ളിയിൽ റവന്യൂ ടവർ സ്ഥാപിക്കും. ആലപ്പുഴ, കൊല്ലം ജില്ലകളെ കോർത്തിണക്കി തീർത്ഥാടക ടൂറിസം നടപ്പാക്കും. ശാസ്താംകോട്ടയിൽ വൻ MDMA വേട്ട. 130 ഗ്രാം MDMAയുമായി നിരവധി ക്രിമിനൽ കേസുകളിലെ പ്രതി പിടിയിൽ. കാർത്തികപ്പള്ളി സ്വദേശി അതുൽ ദേവാണ് പിടിയിലായത്. റെയിൽവേ ഗേറ്റ് വാഹനമിടിച്ച് തകർന്നു. കരുനാഗപ്പള്ളി ചിറ്റുമൂല തെക്കേ റെയിൽവേ ഗേറ്റാണ് തകർന്നത്. ഇറച്ചിക്കോഴികളുമായി പോയ വാഹനമാണ് ഗേറ്റിൽ ഇടിച്ചത്.
ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.